Hi all, welcome back to another video. അപ്പോൾ ഇന്ന് ചാപ്റ്റർ 2 ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര രണ്ടാമത്തെ ടോപ്പിക് ആണ്. അതാണ് ഇത് പാർട്ട് 2 പറയുന്ന ഈ വീഡിയോയിൽ രണ്ടാമത്തെ ടോപ്പിക് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് അല്ലെങ്കിൽ നമ്പർ കൺവേർഷൻസ് എന്നും പറയും. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡെസിമൽ നമ്പർ തന്നു നമ്മുടെ കയ്യിൽ, നമുക്കിനി അതിനെ വേറൊരു ബേസിലോട്ടാക്കണം. മീൻസ് വേറെ ബേസ് എന്ന് ഉദ്ദേശിച്ചത് ബൈനറിയിലോട്ടാക്കണം, ബേസ് 2 സിസ്റ്റത്തിലോട്ടാക്കണം, അല്ലെങ്കിൽ ബേസ് 8 സിസ്റ്റത്തിലോട്ടാക്കണം, ബേസ് 16 സിസ്റ്റത്തിലോട്ട്, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലോട്ടാക്കണം. അപ്പൊ ചോദ്യം പറയും, ഗിവൺ യുവർ ഡെസിമൽ നമ്പർ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹെക്സാ ഡെസിമൽ, ഇങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആദ്യം ഡെസിമൽ നമ്പർ ആ തന്നിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹെക്സാ ഡെസിമൽ കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ മറ്റൊരു ബേസിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്ന്. ഒരു ഡെസിമൽ നമ്പർ തന്നു, അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഇതാണ് ചോദ്യമെങ്കിൽ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ 25 അല്ലെ. അപ്പോൾ ബൈനറി നമ്പറിനെ കൺവേർട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ബൈനറി നമ്പറിന്റെ ബേസ് 2 ആണ്. അപ്പൊ 2 വെച്ച് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 25 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കോഷ്യന്റ് എത്ര കിട്ടിയ, കോഷ്യന്റ് നമുക്ക് കോഷ്യന്റ് 12 ആ കിട്ടിയത്. കാരണം 2 25 പോവില്ല, അപ്പൊ നമുക്ക് എന്താ 24 വരെ പോകും. കോഷ്യന്റ് 12 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. ആ റിമൈൻഡർ നമ്മൾ സേവ് ചെയ്ത് വെച്ചു, r ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഈ 12 വെച്ച് നമ്മൾ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ, അതാണ് ഇവിടെ. അപ്പൊ നമുക്ക് റിമൈൻഡർ 0 കിട്ടും, കാരണം 2 12 പൂർണ്ണമായിട്ട് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിമൈൻഡർ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിന്റെ കോഷ്യന്റ് അടുത്തതിൽ 2 വെച്ച് 6 അല്ലെ. അപ്പോൾ ഈ 6 വെച്ചിട്ട് വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. ആൻഡ് 6ന്റെ 6/2 എത്ര, കോഷ്യന്റ് 3. 3നെ വീണ്ടും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ 3ൽ 2 പോവില്ല, 2 വരെ പോകും. ഓക്കെ, അപ്പോൾ കോഷ്യന്റ് 1 കിട്ടി, പിന്നെ എത്ര കിട്ടി, റിമൈൻഡറും 1 കിട്ടി അല്ലെ. 1 × 2 + 1 3. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് 1/2 ചെയ്തു അല്ലെ. നമുക്ക് കോഷ്യന്റ് 1 ആണ് ലാസ്റ്റ് കിട്ടിയത്. അപ്പൊ 1/2 ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 1 ഫൈനൽ പ്രോഡക്റ്റ് ആണ് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/2 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, റിസൾട്ട് 0 കിട്ടി. ഈ 0 കോഷ്യന്റ് ആണ്, പക്ഷെ റിമൈൻഡർ എത്ര കിട്ടി, 1 കിട്ടി. കാരണം 2 1ൽ പോകത്തില്ല. ഓക്കെ, അപ്പോ അങ്ങനെ. അപ്പൊ നമുക്ക് എന്താണ് ഉത്തരം വന്നിട്ട് 110. എല്ലാ റിമൈൻഡറും കൂടി റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് എന്താ കിട്ടിയ 1, അതായിരിക്കും നമ്മുടെ റിസൾട്ടിലെ MSB, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് കിട്ടിയ റിമൈൻഡർ ആയിരിക്കും LSB. ഓക്കെ, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പോൾ 11001, അപ്പോൾ 11001. അപ്പൊ എപ്പോഴും റിപ്പീറ്റഡ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ റിമൈൻഡറിന് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബൈനറി ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. അപ്പൊ ഇതെന്താണ്, ഇതൊരു ബൈനറി നമ്പർ ആണ്, ബേസ് 2. ഇങ്ങനെ എഴുതണം കേട്ടോ, കാരണം ഇതിൽ സബ്സ്ക്രിപ്റ്റ് ഇല്ല, വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ബേസിന്റെ ബേസ് സഫിക്സിൽ എഴുതാം. ഓക്കെ, അതേപോലെ ഒക്ടലോ അതേ തന്നെ, മെത്തേഡ് സെയിം ആണ്, പക്ഷെ ബേസ് മാത്രം മാറ്റമുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് 8 വെച്ച് എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്യും. 8 എന്ന് പറയുന്നത് എന്താ, ഒക്ടലിന്റെ ബേസ് ആണ്. അപ്പോൾ ആ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 3 തവണ 24 പോകും അല്ലെ. അപ്പൊ 3 കോഷ്യന്റ് 8, എന്നിട്ട് റിമൈൻഡർ അത് കിട്ടി 1 അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 3 × 8 + 1 25. അപ്പോ അത് ഇനി 3 വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 8 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ 3 പോകത്തില്ല. അപ്പൊ 3 റിമൈൻഡർ ആയിട്ട് വന്നു, കോഷ്യന്റ് 0 വന്നു. നമ്മുടെ പ്രോസസ് അവിടെ തന്നെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ വീണ്ടും എല്ലാം കൂടി കളക്ട് ചെയ്യും. 3 1 എന്നാണ് ഒക്ടൽ ഫോം അല്ലെ. അപ്പൊ എപ്പോഴും എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ കിട്ടിയ ഇക്വാലന്റ് നമ്പറിനെ ആ ബേസ് വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ സഫിക്സിൽ എഴുതുക. ഓക്കെ, പിന്നെ ഹെക്സാഡെസിമൽ ഇതേ റൂൾ തന്നെയാണ്, റിപ്പീറ്റഡ് ഡിവിഷൻ, ബട്ട് വിത്ത് ബേസ് ചേഞ്ച് ഉണ്ട്. 16 ആണ്. അപ്പൊ 16 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും, 9 കിട്ടും. അപ്പോൾ 16 ഒരു തവണ പോകുള്ളൂ അല്ലെ. അപ്പോൾ ഒരു തവണ 16 പോയി, ബാക്കി എത്ര കിട്ടി, റിമൈൻഡർ 9. ആൻഡ് പിന്നെ അടുത്തത് നമുക്ക് അടുത്ത കോഷ്യൻ 1 ആണ്. 1 പോവില്ല അല്ലെ, ഈ 1 വെച്ച് 16 പോകത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ ആ കോഷ്യൻ മീൻസ് ന്യൂമറേറ്ററിൽ എന്താണോ അതന്നെ റിമൈൻഡർ, കോഷ്യൻ എന്താ 0 കിട്ടി. അപ്പൊ നമ്മുടെ ഇവിടെ ഡിവിഷൻ കഴിഞ്ഞു. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റീഡ് ചെയ്തു. അപ്പം 19 ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ്.
പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ചിലപ്പോൾ റിമൈൻഡർ നമുക്ക് 10 കിട്ടും, 11 കിട്ടും, 12 കിട്ടും. ഓക്കെ, അപ്പൊ ആ ടൈമിലൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റിമൈൻഡർ ആണ്, കോഷ്യന്റ് അല്ല. റിമൈൻഡർ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡിജിറ്റിലോട്ട് മാറ്റുക, മീൻസ് ആൽഫബറ്റിലോട്ട് മാറ്റുക. നമുക്ക് റിമൈൻഡർ 10 to 15 വരെയാണ് കിട്ടുന്നത് വെച്ചാൽ 10 to 15 വരെ കിട്ടുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ആയിട്ട് മാറ്റുക. 10 A, 11 B ആൻഡ് സോ ഓൺ. അപ്പോൾ 15 എത്തുമ്പോൾ എഫിലോട്ടാണ് വരിക. ഓക്കെ, സോ ഇവിടെ എന്താണ് 19 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ 19 എന്ത് ചെയ്യുക, നമ്മൾ 16 വെച്ചിട്ട് താഴെ ഇത് 16 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ ടു അതർ ബേസസ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഡെസിമൽ നമ്പറിൽ ഫ്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 25.75, 32.62, 6215 ഇങ്ങനെയൊക്കെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് എങ്ങനെയാണ് നമ്മൾ മീൻസ് വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് ബേസിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ട ഫ്രാക്ഷണൽ പോയിന്റ്സിന്, ആ ബേസ് വെച്ച് എന്ത് ചെയ്യുക, ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ പോയിന്റിന് ഇപ്പുറത്ത് വരുന്ന ഇൻഡിജേഴ്സിന് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് പറഞ്ഞുതരാം. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ടോപ്പ് ടു ബോട്ടം വരിക. കഴിഞ്ഞ ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ബോട്ടം ടു ടോപ്പ് ആയിരുന്നു, ഇതിൽ ടോപ്പ് ടു ബോട്ടം വരുത്തുക, മീൻസ് ചെയ്യാം. 0.75 ഞാൻ പോയിന്റ് ഇപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, കാരണം സ്പെസിഫൈ ചെയ്യുന്നത് പോയിന്റ് റൈറ്റ് സൈഡിലുള്ളതാണ്. പോയിന്റ് ലെഫ്റ്റ് സൈഡിലുള്ളതിന് നമുക്ക് പഴയ ഡെസിമൽ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. പോയിന്റ് റൈറ്റ് സൈഡ് എത്തുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ 0.75നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി ഫ്രാക്ഷനിലോട്ടാണ് ആക്കേണ്ടത് അല്ലേ. ഡെസിമൽ ഫ്രാക്ഷന് ബൈനറി ഫ്രാക്ഷനിലോട്ടാണ്. അപ്പൊ ബൈനറി എന്താണ്, 2 ആണ് ബേസ്. അപ്പൊ 2 വെച്ച് ഡിവിഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഭാഗം കണ്ടോ, ഈ വണ്ണിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. MST, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, മീൻസ് പോയിന്റ് ഇപ്പുറത്തുള്ള എന്താണോ അത് അങ്ങോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ 1.50 വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ വണ്ണിനെ സ്റ്റോർ ചെയ്തു. പിന്നെ ഈ 0.50 അത് അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്തു. അപ്പോൾ 0.50 into 2 നമുക്ക് എത്ര വേണ്ടി, 1 കിട്ടി. ഇനി പോയിന്റ് ഇപ്പുറത്തുള്ളതിൽ ഒരു ഡിജിറ്റും ഇല്ല, ഫുൾ 0 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കാര്യം ക്ലോസ് ചെയ്തു. മീൻസ് നമുക്ക് ഇനി റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റത്തെ 1ഉം സെക്കൻഡത്തെ 1ഉം ടോപ്പ് ടു ബോട്ടം ആണ്. ആദ്യം നമ്മൾ ഇതാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഇത് ചെയ്തപ്പോൾ ഇതിൽ 1 കിട്ടി. അപ്പൊ ആ 1 എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ എഴുതി. പിന്നെ അടുത്തത് ഈ 1 കിട്ടി. അപ്പൊ നമ്മൾ ഇത് ഈ 1 എഴുതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് ഉത്തരം. അപ്പൊ ഇതിൽ ടോട്ടൽ എന്ത് ചെയ്യുക, നമ്മള് ബേസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ പോയിന്റിന്റെ ഈ സൈഡ് വരുന്ന നമ്പേഴ്സ് നമ്മൾ എന്താ പറഞ്ഞാൽ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. നമ്മൾ റിപ്പീറ്റഡ് ആയി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കാരണം ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യണം. പോയിന്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് ഇപ്പുറത്തെ നമ്പർ ഉണ്ടെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യണം. പോയിന്റ് ഇപ്പുറത്തെ നമ്പർ ഉണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് ഡെസിമൽ ടു ഒക്ടൽ. ഇതേ തന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ 8 വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈഡ് ചെയ്ത് മീൻസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു MSGയിലോട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, മീൻസ് ഇതാ ഇവിടെ ഇത് നമുക്ക് ഈ ഒരു നമ്പർ തന്നത്. ഇപ്പുറത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ടോ അതിന് നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക ഒക്ടല്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ. ആൻഡ് പോയിന്റിന്റെ റൈറ്റ് സൈഡ് വരുന്നത് 8 വെച്ച് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര, 3.00 കിട്ടും. ഇനി 00 കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഈ MSG ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയ, 00 അല്ലെ. 00 വെച്ചിട്ട് 8 കൊണ്ട് എത്ര തവണ ഇൻറ്റു ചെയ്താൽ നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തപ്പോൾ ഇനി എഴുതുമ്പോൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് എന്തൊക്കെ നമ്പർ ഉണ്ടോ ടോപ്പ് ടു ബോട്ടം എഴുതുക. ഓക്കെ, അപ്പൊ ടോപ്പ് എന്താണ്, ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ പോയിന്റ് എന്ന് എഴുതിയിട്ട് എന്തൊക്കെയുണ്ട് അത് ടോപ്പ് ടു ബോട്ടം എഴുതുക. 0.3 അല്ലെ, അത് തന്നെ ഇവിടെ എഴുതിയിരിക്കണേ. അത് അങ്ങനെ ചെയ്യാം. ചില സമയത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ 00 കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിർത്തേണ്ടി വരും പകുതി എത്തി കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു 5ഓ 6ഓ 7ഓ എത്ര തവണ പിന്നെയും പോകുന്നു നമുക്ക് മനസ്സിലാവും, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുക. മീൻസ് എത്രത്തോളം കിട്ടിയോ അത്രത്തോളം മതി. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് അങ്ങോട്ട് എഴുതാം. പിന്നെ ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഡെസിമൽ ഫ്രാക്ഷൻ നിന്നിട്ട് ഹെക്സാ ഡെസിമലിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതേ തന്നെ എല്ലാം ബേസ് ചേഞ്ച് ആവുന്നേ ഉള്ളൂ. പക്ഷെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ അതേ തന്നെ, മീൻസ് സ്ട്രെയിറ്റ് കോൺസെപ്റ്റ് ആണ്. ഇൻറ്റു 16. ഓക്കെ, 16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. അപ്പൊ നമുക്ക് 10 കിട്ടിയപ്പോൾ നമുക്ക് ഹെക്സാ ഡെസിമലിൽ 10 to 15 നമ്മൾ ആൽഫബറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്.
അപ്പൊ 10നെ നമ്മൾ എ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിനാണ് നമുക്ക് എന്ത് 16 കൊടുത്തപ്പോൾ എ കിട്ടിയത്, 10 കിട്ടിയത്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതെന്ത് ചെയ്യുക, ടോപ്പ് ടു ബോട്ടം. ആദ്യം എം എസ് ഡിയിൽ നമുക്ക് എ കിട്ടി, അടുത്ത എം എസ് ഡിയിൽ ചിലപ്പോൾ ബി കിട്ടും. അപ്പോൾ എ കഴിഞ്ഞിട്ട് ബി, അങ്ങനെ. ഇപ്പോൾ തൽക്കാലം എ വെച്ചിട്ട് തന്നെ കഴിഞ്ഞു, കാരണം 10 കിട്ടി. പിന്നെ പോയിന്റ് ഇപ്പുറത്തുള്ളത് എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ഇനി റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പോയിന്റ് എയിൽ തന്നെ നമ്മുടെ ആൻസർ തീർന്നു. അപ്പൊ അതായിരുന്നു ഡെസിമൽ ഫ്രാക്ഷൻ ടു അതർ ബേസസ്. ഇനി വേറെ ഏതെങ്കിലും ബേസസ് തന്നിട്ട് നമുക്ക് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് ബൈനറിയോ ഹെക്സാ ഡെസിമലോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, നമുക്കത് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പൊസിഷന് ഭയങ്കര എന്തുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പൊസിഷണൽ പവേഴ്സിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് ഓരോ പൊസിഷനും നമ്മൾ വെയിറ്റിന്റെ കൂടെ എന്താ പവർ കൊടുത്തിട്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മൾ പറഞ്ഞുതരാം. ഒരു നമ്പർ തന്നു നമുക്ക് ഡെസിമലില്. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ തന്നു നമുക്ക്. ഇപ്പോൾ 2ന്റെ മീൻസ് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ബൈനറി നമ്പർ തന്നു. ബൈനറിന്റെ ബേസ് എത്രയാണ്, 2 അല്ലേ? അപ്പൊ നമുക്ക് 2ല് പവർ ചേർക്കുക, 2 raised to x. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. അപ്പൊ എത്രാമത്തെ പൊസിഷനുള്ള ബിറ്റ് ആണോ അത്രാമത്തെ പവർ, അങ്ങനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ബൈനറി നമ്പർ തന്നു ഡെസിമലിലാക്കണം. എന്താ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം 0 കൊടുക്കുക, 1 കൊടുക്കുക, ഓരോ പൊസിഷൻ എത്തുമ്പോൾ 2 കൊടുക്കുക, 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, പിന്നെ റൈറ്റ് മോസ്റ്റ് അങ്ങനെ പോവാം. 3 കൊടുക്കുക, 4 കൊടുക്കുക. അപ്പൊ നമുക്ക് ഏകദേശം എന്ത് കിട്ടി, ഐഡിയ കിട്ടി. ഇതാണ് സീക്വൻസ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമല്ലോ. നമുക്ക് എന്തായാലും വെയിറ്റ് ഒക്കെ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ 1 ഇൻറ്റു ഫസ്റ്റത്തെ ബിറ്റ് ഇൻറ്റു 2 raised to 4 അല്ലെ. രണ്ട് പറയുന്നത് ബേസ് ആണ് ബൈനറിന്റെ, 4 എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. അപ്പൊ 1 ഇൻറ്റു 2 raised to 4 എത്ര കിട്ടി നമുക്ക്, 16 ഇൻറ്റു 1 16 തന്നെ കിട്ടി. പ്ലസ് ഇനി അടുത്തത് എന്താണ്, 1 കണ്ടോ. അപ്പോൾ ഓരോ ബിറ്റിന്റെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് സം ചെയ്യണം അടുത്ത നമ്പറിലോട്ട്. അപ്പോൾ അടുത്തത് എന്താണ്, 1 ആണ്. 1 ഇൻറ്റു 2 raised to 3 അപ്പോൾ 8 ആണ്. 16 എത്രയാ, 24. ഓക്കെ, എന്നിട്ട് പ്ലസ് 0 ഇൻറ്റു 2 raised to 2. അപ്പൊ 0 ഇൻറ്റു 2 raised to 2 എന്താ, 0 തന്നെയാണ്. 0 വെച്ച് എന്ത് ചെയ്താലും ഇവിടെ 0 കണ്ട പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ അടുത്തത് വീണ്ടും 0, പിന്നെ വരുന്നത് 1 ഇൻറ്റു 2 raised to 0. അപ്പോൾ 2 raised to 0 ഏത് നമ്പർ raised to 0 ആണെങ്കിലും 1 ആണ്. അപ്പോൾ ആ 1 ഇൻറ്റു 1 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 16 കിട്ടി, ഇവിടെ 8 കിട്ടി, ഇവിടെ എന്ത് കിട്ടി, 1 കിട്ടി. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്, 25 കിട്ടി. 25 വെറുതെ എഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനെ 10 എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബേസ് 10 ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഇനി അടുത്ത ഒക്ടൽ നമ്പർ തന്നു, അതിന് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ബേസ് എടുക്കും. എത്രയാണ് ആദ്യം ഒക്ടലിന്റെ ബേസ് എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫണ്ടമെന്റൽസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമുക്ക് ഏത് നമ്പറിലോട്ടും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 31 ആണ് തന്നിരിക്കുന്നത് ഒക്ടലില് അല്ലെ. അപ്പോൾ 31 ഇങ്ങനെ ആട്ടോ എപ്പോഴും എഴുതുക, ഇങ്ങനെയും തരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്പർ തരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒക്ടൽ നമ്പർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ 31 എന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെസിമൽ നമ്പർ ആയിട്ട് വിചാരിക്കും. പക്ഷെ ഇങ്ങനെയാണ് ചോദ്യം തരിക. അപ്പോൾ ഇത് ഒക്ടൽ ആക്കുകയാണെങ്കിൽ ഈ 8ന് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ബിറ്റ് എടുത്തു, 3 ഇൻറ്റു 8 raised to 1. ഈ 1 എവിടെ നിന്ന് വന്നു, നമ്മൾ പൊസിഷൻ അനുസരിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ പൊസിഷനും വാല്യൂ കൊടുത്തു. എന്നിട്ട് 3 ഇൻറ്റു 8 raised to 1 പ്ലസ് 1 ഇൻറ്റു 8 raised to 0 ഈക്വൽ ടു 25. 25 എന്താ, 10 മീൻസ് ഡെസിമൽ ആണ്. നമുക്ക് ഡെസിമൽ കിട്ടി. അപ്പോൾ ഇങ്ങനെ പൊസിഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊരു നമ്പർ തന്നാലും നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹെക്സാ ഡെസിമൽ തന്നു കഴിഞ്ഞാൽ അതേ ഫോർമാറ്റ് തന്നെ, 19 ആണ് ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ 25 രീതി. അപ്പോൾ നമുക്ക് ഹെക്സാ ഡെസിമൽ 19 തന്നു കഴിഞ്ഞാൽ അത് ഡെസിമൽ എത്രയാ, 25. ഒക്ടലിൽ 31 തന്നു കഴിഞ്ഞാൽ ഡെസിമൽ എത്ര, 25. അപ്പോൾ കണ്ടോ, ഓരോ നമ്പറും ഓരോ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ആണ് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബേസ് തന്നു കഴിഞ്ഞാൽ അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി വേറെ ഏതെങ്കിലും ബേസിലുള്ള ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, അത് നമ്മൾ എന്താ, ഇത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെ, പക്ഷെ ഇവിടെ പവർ എന്താണ്, നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. ഈ ഒരു പോയിന്റിന്റെ ഈ സൈഡിലുള്ളത് നമ്മൾ പോസിറ്റീവ് പവേഴ്സ് ആയിരുന്നു, 0 1 2 3 ഇങ്ങനെ പോകും. ഇങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവ് പവർ ആണ്. മീൻസ് ഇങ്ങനെയായിരിക്കും സീക്വൻസ് പോകുന്നത്. ഓക്കെ, മീൻസ് -1 -2
-3 ആൻഡ് സോ ഓൺ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടുള്ളത് മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ, അങ്ങോട്ടുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ കമ്പൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ 22F.16 നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ 16 ബേസ് അല്ലേ? ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ഡെസിമലിലോട്ട്, ഈ ഫ്രാക്ഷൻ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ ഭാഗമില്ലേ, ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഓരോ പൊസിഷനിലും ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്യുക. മീൻസ് 2 × 16⁻1 പ്ലസ് എഫിന് എങ്ങനെയാണ് 15 അല്ലേ, 15 × 2⁻0. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള നമ്പർ എന്താണ് നമുക്ക് ഇപ്പൊ ഇനി പറയാൻ പോകുന്നതാണ്. മീൻസ് ദാ ഇവിടെ 1ന് -1, 6ന് -2, ഇങ്ങനെയാണ് നമ്മൾ ആ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും 16⁻1 × 1, ഇത്രേ ഉള്ളൂ. ഇനി ഈ 6 എടുക്കുക, 6 × മീൻസ് ഇതിനിടയിൽ പ്ലസ് ഉണ്ട്, 6 × എന്താ 6 × 16⁻². അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്യുക. ഞാൻ കോൺസെപ്റ്റ് പറയുന്ന മുന്നേ ഉത്തരം പറഞ്ഞു. കോൺസെപ്റ്റ് ഇത് തന്നെയാണ്, കണ്ടോ ഈ രീതി. ഈ -1, -2, -3 ആണ് ഓരോ ഡിജിറ്റിന്റെ മേലെ കൊടുക്കേണ്ടത്. ഇപ്പോ ഒക്ടൽ ടു ഇപ്പൊ ബൈനറി ടു ഡെസിമൽ മനസ്സിലായിട്ടുണ്ടോ, 0.11. അപ്പൊ നമുക്ക് ബൈനറിന്റെ ബേസ് എത്രയാണ്, 2 അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരിക, 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 0.1 അല്ല, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 1 എടുത്തു, ഈ നമ്പർ ഇവിടെ -1 കൊടുത്തു, ഇവിടെ -2 കൊടുത്തു. ഓക്കെ, -1 × 2⁻1 മീൻസ് 1 × 2⁻1. ഓക്കെ, ഇങ്ങനെയാ പോകുന്നത്. ഈ 1 എടുത്തു, ഈ 2 എടുത്തു, അതിന്റെ പവർ ഈ -1. അതേപോലെ ഈ 1 എടുത്തു, ഈ പവർ 2 എടുത്തു, അതിന്റെ ⁻2. അപ്പൊ ഈക്വൽ ടു എന്ത് ചെയ്യുക, നമുക്ക് അതിന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കിട്ടും. ഈ നമ്പർ കാൽക്കുലേഷൻ ചെയ്ത് അതിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വാല്യൂ കിട്ടി. പിന്നെ അടുത്തത് ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടൽ ടു ഡെസിമൽ ആണ്. നമുക്ക് ഒക്ടൽ നമ്പർ പോയിന്റ് തന്നിട്ടുണ്ടാവും. ഇതിനെ എന്ത് ചെയ്യുക, സോറി 8, ഇത് 8 ആണ് കേട്ടോ, 8 ബേസ് ആണ്. അപ്പൊ ഈ 8 ബേസ് യൂസ് ചെയ്യുക. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ ഒരു നമ്പർ ഉള്ള -1 കൊടുക്കുക. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ -2, -3, -4 ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് എന്താ കിട്ടുക, 3/8. 3/8 ആണെങ്കിൽ എന്താ കിട്ടുക, 0.375. ഇതാണ് ഡെസിമൽ ഇക്വാലന്റ്. ഇനി ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ ആണെങ്കിൽ നമ്മൾ ഓരോ ബിറ്റിനും അതേപോലെ -1, -2, ഇവിടെ -1 കൊടുക്കുക, -2 കൊടുക്കുക. ഓക്കെ, സോറി, ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ, പോയിന്റ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, ഹെക്സാ ഡെസിമൽ. ഇനി അടുത്തത് നമുക്കൊരു ബൈനറി തന്നിട്ടുണ്ട്, അതിന് നമുക്ക് ഒക്ടലോ ഹെക്സിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാ ചെയ്യാം. ഓക്കെ, ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. നമുക്കിപ്പോ 0011. അപ്പൊ അതെത്രയാണ് ആൻസർ, അതിന്റെ ഡെസിമൽ ഇക്വലന്റ് എത്രയാ, 0011. നമുക്ക് അത് 4 ആയിട്ടാണ് വരിക. സോറി, അത് 3 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ബൈനറി നമ്പറിനെ നമ്മൾ ഒക്ടലിലോട്ടോ ഹെക്സാ ഡെസിമലിലോട്ടോ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രൂപ്പിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്രൂപ്പിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ, ബൈനറിന്റെ അല്ല മീൻസ് സോറി ഒക്ടലിന്റെ ബേസ് എത്രയാണ്, 8 ആണ്. ഹെക്സാ ഡെസിമലിന്റെ ബേസ് 16 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ബൈനറി ആണ്, ബൈനറിന്റെ ബേസ് എത്രയാ, 2 ആണ് അല്ലെ. ഈ 8നെ നമുക്ക് 2ന്റെ എത്ര പവറിലാക്കാം, നമുക്ക് ഈ 8നെ 2ന്റെ ഏത് പവറിലോട്ടാക്കാം, 2⁻3, 8 അല്ലേ. ഇനി 16നെ 2ന്റെ ഏത് പവറിലോട്ടാക്കാം, 2⁻4. എന്നിട്ട് നമുക്ക് ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിംഗ് മെത്തേഡ് പറഞ്ഞില്ലേ, നമ്മൾ ഒരു ബൈനറി നമ്പർ എന്തോ തന്നിട്ടുണ്ട്, 110016 അല്ല, ഇത് 0 ഉണ്ടോ. ഓക്കെ, ഇങ്ങനെ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഇതിന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം നമുക്ക് ഈ ബൈനറിനെ. അപ്പൊ 3 മീൻസ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 മീൻസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കേട്ടോ പോണേ, റൈറ്റ് ടു ലെഫ്റ്റ്. ആദ്യത്തെ 3 നമ്മൾ എന്ത് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ബാക്കി 2 ഇല്ലേ, അപ്പൊ നമുക്ക് 3 ആയിട്ടാണല്ലോ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു 0 ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമുക്ക് ഗ്രൂപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് മോസ്റ്റിൽ 0 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3 ആഡ് ചെയ്തു, സോറി 3 നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒക്ടൽ ഇക്വാലന്റ് എന്താണ്,
അപ്പോൾ ആദ്യത്തെ ഇതാദ്യം നമുക്ക് നോക്കാം. ഇതിന്റെ ഒക്ടൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിന്റെ ഒക്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 31 കിട്ടി. അത് തന്നെയാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ഒക്ടൽ ഇക്വാലന്റ് 31 കിട്ടി. ഇനി ഇത് 8ന്റെ കണ്ടീഷൻ ആണ്, മീൻസ് സോറി, ഇത് ഇനി ഇതാണ് ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഹെക്സാ കൺവേർഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഇത് പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ കൺവേർഷൻ മാത്രം ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തന്നത്. ഇനി ഹെക്സാ കൺവേർഷനിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരിക. ഹെക്സാ കൺവേർഷൻ എന്താ ചെയ്യുക? 2:4 നമുക്ക് 16 റെപ്രസെന്റ് ചെയ്യുക 2ന്റെ ബേസിൽ. അപ്പൊ നമുക്ക് 4 ഡിജിറ്റ്സിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 4 ഡിജിറ്റ് ഉണ്ടാവും. ഓക്കെ, അതിന് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ റൈറ്റ് മോസ്റ്റ് ടു ലെഫ്റ്റ് മോസ്റ്റ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 ഡിജിറ്റ്, ഇപ്പോൾ 1 ഇതാണ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? നമ്മൾ ആദ്യത്തെ 4 എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 4 ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു ഓക്കെ, നമ്മളിപ്പോൾ ഗ്രൂപ്പിംഗ് മാത്രം ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് ചെയ്തു. ഇനി ബാക്കി എന്തുണ്ട്? ഈ 1 ഉള്ളൂ അല്ലേ? ഈ 1നെ നമുക്ക് 4 ഗ്രൂപ്പ് ആക്കണം. എന്ത് ചെയ്യണം? 0 വെച്ച് എന്ത് ചെയ്യും? വീണ്ടും മെർജ് ചെയ്യാം. അപ്പൊ നമുക്ക് 0 0 0 1 ഇതുപോലെ കിട്ടും. അപ്പൊ ഇത് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക ഈ ഗ്രൂപ്പിനെ. അപ്പൊ ഇതിനെന്താണ്ട് 9 കിട്ടും നമുക്ക് കിട്ടുക. ഇതിനെന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു ബൈനറി നമ്പറിനെ ഹെക്സാ ഡെസിമൽ നമ്പറിലോട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെറിയ സഫിക്സ് ഉണ്ട്. എന്താ കൊടുക്കണ്ടേ? ബൈനറിക്ക് ബേസ് 2, 31 ബേസ് എത്ര? 8. ഇവിടെ അതേപോലെ ബൈനറി ടു ബേസ് 2, പിന്നെന്താ ഇവിടെ ഹെക്സയ്ക്ക് ബേസ് 16. സോറി, 16. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഒക്ടൽ ആൻഡ് ഹെക്സാ ഡെസിമലിനെ നമുക്ക് എങ്ങനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ബൈനറി ടു ഒക്ടല് ഹെക്സയും പറഞ്ഞു. ഇനി നമുക്ക് ഒരാൾ ഒക്ടല് തന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒക്ടല് തന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഹെക്സാ ഡെസിമൽ തന്നു. ഇതിന്റെ ബൈനറി എങ്ങനെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ എക്സ്പാൻഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ മെത്തേഡ് ഗ്രൂപ്പിങ്ങിന്റെ വേറൊരു ഓപ്പോസിറ്റ് ആണ്. ജസ്റ്റ് ആ നമ്പറിന്റെ ബൈനറി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ തന്നു. നമുക്ക് 31 ആണ് തന്നിരിക്കുന്നത് അല്ലെ? 31-ല് 2 കോമ്പോണന്റ്, 2 ഡിജിറ്റ് ഉണ്ട്. ആ 2 ഡിജിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ഡിജിറ്റിന്റെയും ബൈനറി ഇക്വാലന്റ് എഴുതുക. പക്ഷെ ബൈനറി ഇക്വാലന്റ് എഴുതേണ്ടത് 3 ഡിജിറ്റ് വെച്ചിട്ട്, ബൈനറി 3 ബിറ്റ് വെച്ചിട്ടാണ്. കണ്ടോ, ഇതിൽ 3 ബിറ്റ്, ഇതിൽ 3 ബിറ്റ്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ 31-നെ നമ്മൾ എങ്ങനെ എഴുതി? 1-ന്റെ 001, 3-ന്റെ 011. മനസ്സിലായോ? അപ്പൊ അതേപോലെ നമുക്ക് ഇതിങ്ങനെ കഴിഞ്ഞതും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ 011-നെ നമ്മൾ 011, 001, അതേപോലെ 001 എഴുതിയിട്ട് ഇതാണ് നമ്മുടെ ഒക്ടൽ ബൈനറി ഇക്വാലന്റ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഹെക്സാ ഡെസിമൽ തന്നു, അതിന് ബൈനറി ഇക്വാലന്റ് ആക്കുകയാണ്. ഇവിടെ 3 വെച്ചിട്ടല്ല ഗ്രൂപ്പ് ചെയ്ത ഒക്ടല്, നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് 19 കിട്ടി. സോറി, 4 വെച്ച് എക്സ്പാൻഡ് ചെയ്യും. 4 ബിറ്റുള്ള എക്സ്പാൻഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1-നെ 4 ബിറ്റ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടി? ഇതാക്കണ്ടോ, 0 0 0 0 1 അങ്ങനെ. അപ്പോൾ 9-നെ 4 വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 0 0 1. അതേ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 0 0 0 1-ഉം 1 0 0 1-ഉം അങ്ങനെ ഒരുമിച്ച് വരും. അപ്പൊ നമ്മുടെ ബൈനറി ഹെക്സാ ഡെസിമൽ ടു ബൈനറി ഇക്വാലന്റ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ പിന്നെ ഒക്ടൽ ടു ബൈനറി ഇക്വാലന്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് ശരിയാക്കി, കൺവേർട്ട് ചെയ്തു. ഇനി ഒക്ടൽ ടു ഹെക്സാ ഡെസിമൽ അല്ലെ? ഇപ്പൊ രണ്ടും വലിയ വലിയ ബേസ് ഉള്ള നമ്പേഴ്സ് ആണ്. വലുതല്ല, ഒക്ടല് ചെറുത്, മറ്റേ 8-ഉം ഹെക്സാ ഡെസിമൽ 16 ബേസ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഒരു ഒക്ടൽ നമ്പർ തന്നു, അതിനെ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിനൊരു ഡയറക്റ്റ് കൺവേർഷൻ ഇല്ല. നമ്മൾ ഒരു എക്സ്പാൻഷൻ മെത്തേഡ്, അല്ലെങ്കിൽ പറഞ്ഞ ഗ്രൂപ്പിംഗ് മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഡിവിഷൻ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ബൈനറി ഇന്റർമീഡിയറ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ബൈനറിനെ നമ്മൾ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ ബൈനറി സ്റ്റെപ്പ് അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒക്ടൽ നമ്പറിന് എങ്ങനെ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം? ആദ്യത്തെ എക്സാമ്പിൾ, തന്നിരിക്കുന്ന ഒക്ടൽ നമ്പർ 8 ആണല്ലോ ബേസ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? പഴയ സ്ലൈഡിൽ പറഞ്ഞ പോലെ എഴുതുക. ഇങ്ങനെ 3-നെ 3 വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അപ്പൊ നമുക്ക് 0 1 1 കിട്ടും അല്ലെ? ഇനി 1-നെ ബൈനറി വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 0 1 കിട്ടും അല്ലെ? നമ്മൾ 3 വെച്ച് എന്താണോ ബേസ് അത് വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ മീൻസ് 2�3 വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യാം. 3 ബിറ്റ്സ് വരുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം.
എന്നിട്ട് നമുക്കിനി ഇതിനെ എന്ത് ചെയ്യണം? ഇത് ബൈനറി ആയി. അപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ബൈനറിനെ നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ 4 ഗ്രൂപ്പ് ആക്കുക. ആദ്യത്തെ 4 ഗ്രൂപ്പ് അല്ലേ. പിന്നെ ഇവിടുന്ന് 4 ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ 2 ഉള്ളൂ. ബാക്കി 2 എന്ത് ചെയ്യുക? 0 അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഗ്രൂപ്പായി. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ 4 ഗ്രൂപ്പ് ബൈനറി കിട്ടി. പിന്നെ ഇവിടെ 0 അപ്പോൾ 0001 എന്താ 1, 1001 എന്താ 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒക്ടലിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ കിട്ടി. ഓക്കെ. ഇതേപോലെ തന്നെ തിരിച്ചപ്പുറത്തും അതൊരു ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ടാവും. അതിനാദ്യം എന്ത് ചെയ്യുക? ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് ബൈനറി മാറ്റുമ്പോൾ 4 ഗ്രൂപ്പ് ആയിട്ടുള്ളതാക്കുക. 9 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഹെക്സാഡെസിമലില് 1001. പിന്നെ 1 എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 1000 അല്ലേ. എന്നിട്ട് നമ്മൾ 3 ഗ്രൂപ്പ് ആക്കുക. ഓക്കെ. ഇവിടെ ഒന്നും ഗ്രൂപ്പ് ആക്കാനില്ല. അപ്പൊ 00 മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഇൻജെക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ 001 അല്ലേ. അപ്പോൾ ഇവിടെ 8 ആണ് ബേസ്. ഓക്കെ. അപ്പോൾ ഇത് 1. പിന്നെ 011 എന്താണ്? 3. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 31 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒക്ടൽ ടു ഹെക്സാ അല്ലെങ്കിൽ ഹെക്സാ ടു ഒക്ടൽ കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം അതിന് ബൈനറി ഇക്വാലന്റ് ആക്കുക. ഒക്ടൽ തന്നു കഴിഞ്ഞാൽ 3 ഓരോ ഡിജിറ്റിനെ 3 ബൈനറി ബിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? മർജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഹെക്സാഡെസിമൽ തന്നാണെങ്കിൽ നമ്മൾ ഓരോ ഡിജിറ്റിനെ എന്ത് ചെയ്യുക? ബൈനറി ബിറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. 4 ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് 3 ബിറ്റ് ആക്കി അതിനെ മർജ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഇതിനൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇതൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. നമുക്ക് ലോ ലെവൽ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാം. പിന്നെ CSS കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? കളർ സ്പെസിഫിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കേട്ടോ. F00 FFFF എന്ന് പറയുന്നത് 6 F വരികയാണെങ്കിൽ അത് എന്താ? വൈറ്റ് ആണ്. ഓക്കെ. ആൻഡ് നമുക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഫണ്ടമെന്റൽ ആയിട്ട് ബൈനറി ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമേഴ്സ് മറ്റേ മോഡ് കാൽക്കുലേറ്റർ മറ്റേ ചില ഇതുണ്ട്, മറ്റേ എന്താണ് നമ്മൾ പറയാ, സിസ്റ്റം യൂട്ടിലിറ്റീസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞപ്പോൾ 12 നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ് നമ്മൾ കണ്ടത് അല്ലെ. നമ്മളെ സ്ലൈഡിൽ കുറച്ചേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 12ഓളം നമ്പർ സിസ്റ്റം കൺവേർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ റിലേഷൻ എന്താ പഠിച്ചു? 2 എന്താണ്, 8 എന്താ, 10 16. 2 പറയുന്നത് ബൈനറി, 8 പറയുന്നത് ഒക്ടൽ, 10 പറയുന്നത് ഡെസിമൽ, 16 പറയുന്നത് ഹെക്സാഡെസിമൽ. ഡിവിഷൻ മെത്തേഡ് നമ്മൾ ഡെസിമൽ നിന്ന് വേറെ ഏതിലോട്ട് മാറ്റുമ്പോൾ ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ വേറൊരു ബേസിൽ നിന്ന് ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. പിന്നെ ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ബൈനറി കൺവേർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിങ്ങും എക്സ്പാൻഷനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.